മാട്ടൂലിൽ കനത്ത മഴയിൽ വീട് തകർന്നു. മടക്കര 6-ാം വാർഡിലെ നിരിച്ചൻ സുലോചനയുടെ ഓടിട്ട വീടാണ് പൂർണ്ണമായും തകർന്നത്. മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്ന 2 പെൺമക്കളും ഒരു മകനും ഉൾപ്പെടുന്ന കുടുംബമാണ് ഇതോടെ പെരുവഴിയിലായത്. കനത്ത മഴയിലാണ് മടക്കര 6-ാം വാർഡിൽ ഡാമിന് സമീപത്തെ നിരിച്ചൻ സുലോചനയുടെ ഓടിട്ട വീട് പൂർണ്ണമായും തകർന്നത്. ഓട് തലയിൽ വീണ് സുലോചനയുടെ മകൻ ജിതേഷിന് പരിക്കേൽക്കുകയും ചെയ്തു. അപകട സമയം സുലോചനയും മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്ന 2 പെൺമക്കളും ഒരു മകനുമാണ് വീട്ടിലുണ്ടായിരുന്നത്. കുടുംബം വളരെ ദയനീയ അവസ്ഥയിലാണ് നിലവിൽ കഴിഞ്ഞു പോകുന്നത്. വീടും തകർന്നതോടെ ഇവർ തീർത്തും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. നിലവിൽ ഇവർ മറ്റൊരു മകളോടൊപ്പം വാടക ക്വാർട്ടേഴ്സിലേക്ക് താമസം മാറിയിരിക്കുകയാണ്. ഇവിടെ താമസിക്കുന്നത് ഒരു 48 വയസ്സുള്ള ഒരു മകളും അതുപോലെ തന്നെ 35 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായ പിന്നെ ഒരു 42 വയസ്സുള്ള ചെറുപ്പക്കാരിയും ഒരു 3 പേരും മാനസിക ശാരീരികമായ വെല്ലുവിളി നേരിടുന്നവരാണ്. സുലോചനേച്ചി ജോലിക്ക് പോയിട്ട് വേണം ഇവരെ നിത്യവൃത്തിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ. ആ നിലയിൽ ഈ വീടിന്റെ അവസ്ഥ തന്നെ വളരെ മോശമായ സ്ഥിതിയിലാണ് അവർ മുന്നോട്ട് പോകുമ്പോഴാണ്. ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിലും അതുപോലെ തന്നെ അധികാരികളൊക്കെ വന്നു പോയെങ്കിലും അവരെ മാറ്റിപ്പാർപ്പിക്കാൻ ആവശ്യമായ ഒരു സഹായം അവരുടെ ഭാഗത്തുണ്ടായില്ല. പിന്നീടാണ് മകള് ഏറ്റെടുക്കാം എന്ന ഉദ്ദേശത്തിൽ കൂട്ടിക്കൊണ്ടുപോയ അവര് ധർമ്മശാലക്കാണ് അവര് കൊണ്ടുപോയിട്ടുള്ളത്. കുടുംബം കിടപ്പാടമില്ലാതെ പെരുവഴിയിലായിട്ടും ഇവർക്ക് താമസ സൗകര്യം ഒരുക്കാൻ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള അധികൃതർ തയ്യാറായിട്ടില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. നിത്യവൃത്തിക്ക് പോലും വഴിയില്ലാത്ത നിർധന കുടുംബത്തിന്റെ വീട് പുനർനിർമ്മിക്കാൻ അടിയന്തര നടപടിയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.